ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് മുട്ടച്ചോറിൻ്റെ അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 5-6 വെളുത്തുള്ളി എടുക്കട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ പുതിനയില മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയും ഉപ്പും ഇട്ടെടുത്തുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് അരച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടത്. പിന്നെ നമുക്കൊരു പാൻ ചൂടാക്കിക്കൊണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കട്ടോ. കടുകൊക്കെ പൊട്ടി വന്നിട്ട് നമ്മൾ ഈ അരച്ച പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാനൊക്കെ എൻ്റെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ടച്ചോറാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എന്നിട്ട് നമ്മൾ നന്നായി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വെളുത്തുള്ളി ഏറാതെ ഇതാക്കണം കേട്ടോ. വെളുത്തുള്ളി ഏറിയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഗ്യാസിലുള്ളവർക്കൊക്കെ നല്ലതാണേനും അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുവോളം നമ്മൾ ഇളക്കി കൊടുക്കട്ടോ. ഇങ്ങനെ ഭാഗമായിട്ട് വരുവോളം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളുടെ മുട്ടയൊക്കെ ഫുൾ റെഡി ആയിക്കോട്ടോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത്ര ചോറ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഒരു 3 പേർക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചോറ് നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ചോറ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ നമ്മളുടെ മുട്ടച്ചോറൊക്കെ റെഡിയായി വന്നിട്ടോ. ഇനി നമുക്കിതിൻ്റെ രസത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പ് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വിതറി കൊടുത്തുകൊണ്ട് രസത്തിന് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.